എന്തുകൊണ്ടാണ് ജീവിതത്തിൽ നമുക്ക് നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ടായാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ വേദനിച്ചുകൊണ്ട് അതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? എല്ലാ നെഗറ്റീവുകൾക്കും പോസിറ്റീവ് സൈഡുമുണ്ട്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു ദുരന്താനുഭവങ്ങളാണെങ്കിലും തിക്താനുഭവങ്ങളാണെങ്കിലും എന്ത് സോക്കോൾഡ് നെഗറ്റീവ് ആണെങ്കിലും അവയിൽ നിന്നും ലേണിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പാഠങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ എന്നൊക്കെ വിളിക്കാം അതിനെ. ജീവിതത്തിൽ സംഭവിച്ചത് നെഗറ്റീവ് ആണെങ്കിലും അതിലെ ലേണിങ്സിനെയും നമ്മൾ പലപ്പോഴും നെഗറ്റീവായിട്ടാണ് തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കുണ്ടായിട്ടുള്ള എല്ലാ നെഗറ്റീവ് സംഭവങ്ങളെയും നമ്മൾ എന്നും ജീവിതകാലം മുഴുവൻ നെഗറ്റീവായിട്ട് കാണുന്നതും വേദനിക്കുന്നതും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അബ്യൂസ് ചെയ്യപ്പെട്ടതാകാം, മിസ്യൂസ് ചെയ്യപ്പെട്ടതാകാം, പരാജയപ്പെട്ടതായിരിക്കാം, ചതിക്കപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതെയും വന്ന പ്രയാസങ്ങളായിരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്നൊക്കെ ലേണിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ പേരൻസ് നമ്മളെ മിസ്യൂസ് ചെയ്യുകയോ അബ്യൂസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മിസ്യൂസ് ആണെന്നും അബ്യൂസ് ആണെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മുടെ സ്വന്തം കുട്ടികളെ ആ അബ്യൂസുകളിൽ നിന്നും മിസ്യൂസുകളിൽ നിന്നും മാറ്റി വളർത്താനായിട്ടും പറഞ്ഞു കൊടുക്കാനായിട്ടും നമുക്ക് സാധിക്കും. ആ ദുരന്താനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ബിസിനസ്സിലോ സൗഹൃദങ്ങളിലോ പ്രണയങ്ങളിലോ ഒക്കെ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന പാഠങ്ങൾ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വീക്ഷിക്കണം, മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ധാരാളം ലേണിങ്സ് നമ്മൾ കടന്നു പോകുന്ന എല്ലാ നെഗറ്റീവ് സംഭവങ്ങളിൽ നിന്നും ആർജിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആ ലേണിങ്സുകളാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം കൂടുതൽ ഷാർപ്പുള്ളതും മെച്ചപ്പെടുത്തുന്നതും ഉറപ്പുള്ളതാക്കുന്നത്. തുറക്കട്ടെ മനസ്സുകൾ.